നമ്മളൊരു മാളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മൾ വാതിലിൻ്റെ അടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് ഡോർ രണ്ട് സൈഡിലോട്ടും നീങ്ങുന്നത്. ഇതെങ്ങനെ സംഭവം നടക്കുന്നത്? അവിടുത്തെ സെൻസേഴ്സ് ഒരാളുടെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേരിയബിൾ ഉണ്ട്, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ പേഴ്സൺ. ഒരാൾ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വേരിയബിൾ. ആ വേരിയബിളിൽ ഒരാൾ അടുത്തുണ്ട് എന്നുള്ളതാണ് വന്നതെങ്കിൽ ഗ്ലാസ് ഡോർ ഓപ്പൺ ആവും, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. ഇതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ചെയ്യുക. അതായത് വേരിയബിളിനെ അനലൈസ് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പം ഫോണിൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഒരു 20% താഴേക്ക് വന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അവിടുത്തെ വേരിയബിൾ എന്താ? നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ്, ചാർജ് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. അപ്പോൾ അത് 20 താഴെ വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം, 20 മുകളിലാണെങ്കിൽ ഒന്നും വേണ്ട, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയും എന്താ ചെയ്തത്? ഒരു വേരിയബിൾ ഉണ്ട്, അതിനെ അനലൈസ് ചെയ്തും കൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. അത് തന്നെയാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ചെയ്യുന്നത്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ ദ ബ്ലോക്സ് ഓഫ് പ്രോഗ്രാം ദാറ്റ് അനലൈസ് വേരിയബിൾസ് ആൻഡ് ചൂസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ വിച്ച് ടു ഗോ ബേസ്ഡ് ഓൺ പ്രീസെറ്റ് കണ്ടീഷൻസ്. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡോർസിൻ്റെ കേസിലാണെങ്കിൽ ആൾ പ്രസൻ്റ് ആണെങ്കിൽ തുറക്കണം, അല്ലെങ്കിൽ അടച്ച് തന്നെ വെക്കണം. അങ്ങനെയുള്ള പ്രീസെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വേരിയബിളിനെ അനലൈസ് ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് പ്രോഗ്രാമാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. വേരിയബിളിനെ അനലൈസ് ചെയ്തുകൊണ്ട് അവർ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് തീരുമാനിക്കും. അടുത്ത എന്താ പറയുന്നത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. അതായത് ഇപ്പോൾ ഒരുപാട് ലൈനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് ലൈൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് പെർഫോം ഇറ്ററേഷൻസ് ഓവർ സീക്വൻസസ്. ഇപ്പോൾ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ എലമെൻറ്റിലും കയറി ഇറങ്ങി വേരിയബിളിനെ അനലൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യുന്നത് വരെ തന്നെയാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്സും ആണ്. അതിൽ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലൂപ്സിൽ ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നോക്കുന്നതായിരിക്കും.